ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 6-ാം സ്കന്ധം 12-ാം അധ്യായം. വൃത്രവധം. ശ്രീശുകൻ പറഞ്ഞു, പോരിൽ ജയിക്കെന്നതിലും സ്വമൃത്യുതാൻ നന്നെന്നു പാർത്തുദ്യതശൂലനം മഹാൻ. മഹാബ്ധിയിൽ ശ്രീഹരിതൻ്റെ നേർക്ക് കൈകൈടഭൻ കണക്കിന്ദ്രനു നേർക്കുപാഞ്ഞുതേ. യുഗാന്തവന്യയ്ക്കു സമാനമഗ്രമാർന്നൊരാ ത്രിശൂലം തരസാ പരാക്രമി ചുഴറ്റിവിട്ടാൻ. പടുദുഷ്ട തീർന്നു നീ എന്നൊന്നു ഗർജിച്ചരിശത്തൊടും തഥാ. വാനിൽ ഗ്രഹോത്കാസമമാവതിപ്പൊരശൂലത്തെ വേഗാൽ വലജിത്ത് നിർഭയം മുറിച്ചു വിട്ടാൻ. ശതപർവമാം സ്വവജ്രത്താൽ അഹീന്ദ്രോപമ ഭുജത്തെയും കയ്യൊന്നു പോയെങ്കിലും ആഞ്ഞെടുത്തിരുമ്പുലയ്ക്കയാൽ താടിയിലിന്ദ്രനെ തഥാ ഗജത്തെയും വൃത്രനടിച്ചു രുഷ്ടനായി തെറിച്ചു വജ്രം ഭുവി വീണു തൽക്ഷണം. ഹരേ തദീയമത്യദ്ഭുതമീ പ്രവൃത്തിയെ പുകഴ്ത്തി ദേവാസുരസിദ്ധ സഞ്ജയം. വരാരിതൻ സങ്കടമത്ര കണ്ടഹോ ഹാഹേതിയാർത്താർ അവരൊക്കെയും ഭൃശം. തന്മുന്നിൽ നിന്നും കുലിശത്തെ ലജ്ജയാൽ തൊടാതെയുള്ളിന്ദ്രനോടോതി വൃത്രനും. ദുഃഖിക്കുവാൻ കാലമിതല്ല, ശത്രുവെ കൊന്നാലുമീ വജ്രമെടുത്തു വാസവ. സർവജ്ഞനാദ്യൻ സ്ഥിതി സർഗനാശകൻ. ഗുരുവായൂരപ്പാശരണം. സർവജ്ഞനാദ്യൻ സ്ഥിതി സർഗനാശകാരണൻ പുമാനെന്നിയെ പോർക്കളങ്ങളിൽ വരാവതോ ശസ്ത്രമെടുത്തൊര പരാധീനർക്കു സർവത്ര ജയം. സുരേശ്വര ആർദൻ വശം പെട്ടവശം. ഹരേ ആർദൻ വശം പെട്ട് അവശം വലയിൽപ്പെട്ട പക്ഷി പോൽ ശ്വസിപ്പൂ ലോകമെല്ലാം. അക്കാലം താൻ സർവകാരണം. ഓജസ്സും ബലവും കർമ്മദാക്ഷ്യവും മൃത്യുജീവനും അവനാണെന്നതോർക്കാതെ ഗർവിപ്പൂ ദേഹമാനികൾ. ആർക്കനിഞ്ഞെങ്കിലേ മൂലയോനിയും മഹദാദിയും ശക്തിയുക്തങ്ങളായിത്തീരൂ. സർഗസ്ഥിതിലയാദിയിൽ ഭൂതങ്ങളാൽ ഭൂതജാലം തീർത്തു കൊല്ലിപ്പതാ പ്രഭു. ഈ നേരോർക്കാതെ നണ്ണുന്നിരീശനായി ജീവനജ്ജനം. ആയുസ്സും കീർത്തിയും ശ്രീയും ഈശ്വരാനുഗ്രഹത്തിനാൽ ഇച്ഛിക്കാത്തോന്നുമുണ്ടാവും. അതുപോലെ മറിച്ചുമേ കീർത്യകീർത്തികളോ ദുഃഖസുഖങ്ങൾ മൃതിജീവനോ ജയാജയങ്ങളോ വന്നാൽ പതറില്ല. അതിനാൽ സുധി സത്വാധികം പ്രകൃതി തൻ ഗുണമാത്മാവലേപനായി സാക്ഷിയായി നിൽക്കയാമെന്നു കാൺമോൻ സമ്പദ്ധനായി വരാ. കാൺക പോരിൽ തോറ്റു കയ്യും ശസ്ത്രവും പോയിരിക്കിലും നിന്നെ കൊല്ലാൻ യഥാശക്തി ഞാൻ യജ്ഞിപ്പതുമാ വാസവ. പോർച്ചൂതിൽ പ്രണയം പ്രാണനക്ഷമമ്പുകൾ വാഹനം കരുപ്പലക. ആർക്കോതാനാവും ജയപരാജയം. ഹരേ. ശ്രീശുകൻ പറഞ്ഞു, നേരാം വൃത്രവചസ്സേവം കേട്ടു നന്ദിച്ചു വാസവൻ. ചിരിച്ചുകൊണ്ടു തൻ വജ്രമേന്തിച്ചൊന്നാൻ ഗതസ്മയം. ഇന്ദ്രൻ പറഞ്ഞു, സിദ്ധനത്രേ ഭവാൻ വൃത്ര. നിൻ മനസ്സേവമാകയാൽ സർവാത്മനാ ഭജിപ്പൂ നീ സർവാത്മാവാം മഹേശനെ. ആ മോഹകാരിയാം വിഷ്ണുമായ തന്നെ ജയിക്കയാൽ അസുരത്വം വിട്ടു മഹാപുംസ്ത്വം നേടി ഭവാൻ ദൃഢം. രജസ്വഭാവനങ്ങേക്ക ഭഗവാൻ സത്വമൂർത്തിയിൽ ദൃഢഭക്തി ഭജിച്ചൻ. രജസ്വഭാവനങ്ങേക്ക് ഭഗവാൻ സത്വമൂർത്തിയിൽ ദൃഢഭക്തി ഭവിച്ചെന്നത് അത്യാശ്ചര്യം നിനയ്ക്കുകിൽ. മോക്ഷപ്രദൻ ശ്രീഹരിതൻ ഭക്തിയാം അമൃതാബ്ധിയിൽ ക്രീഡിപ്പോനെന്തുവാൻ തുച്ഛം കുഴിനീരാം സുഖാദിയിൽ. ശ്രീശുകൻ പറഞ്ഞു, ധർമ്മജിജ്ഞാസയാലേവമന്യോന്യം ചൊന്നുകൊണ്ടവർ
പോർ ചെയ്താർ വീരയോദ്ധാക്കൾ ഇന്ദ്രനും വൃത്രനും നൃപ. കാരിരുമ്പിൻ്റെ ഇടം കൈകൊണ്ട് അരിന്തമൻ വൃത്രൻ ചുഴറ്റിയൂക്കോടെ വിട്ടാൻ ഇന്ദ്രൻ്റെ നർക്കുടൻ. വൃത്രൻ്റെ അപ്പരിഘവും തുമ്പിക്കയ്യൊത്ത ഹസ്തവും 100 കമ്പാണ്ട വജ്രത്താൽ മുറിച്ചാൻ വാസവൻ തഥാ. വജ്രത്താൽ ചിറകറ്റാശു മണ്ണിൽ വീണുള്ളൊരദ്രി പോൽ മിന്നി. വൃത്രൻ കൈമുറിഞ്ഞു ചോര പൊട്ടിയൊലിക്കവേ. കീഴ്ത്താടിയല്ലാൽ മന്നും മേൽത്താടിയാൽ വാനിടത്തെയും തൊടുമാറ്. ആ വാവിളർന്നു സർപ്പാഭം ഘോരജിഹ്വയും കാലദംഷ്ട്രകളും കാട്ടി. മുപ്പാരും തിന്നുമാറവൻ അതിമാത്രം വളർന്ന അദ്രി നിരഞ്ഞെട്ടുന്ന മട്ടുടൻ. നടക്കും അദ്രിരാജൻ പോൽ ചവിട്ടാൽ മഞ്ഞിടം നൃപ. കുലുക്കി നടക്കും അദ്രിരാജൻ പോൽ ചവിട്ടാൽ മഞ്ഞിടം നൃപ. കുലുക്കി വന്ന് ഇന്ദ്രനെ തദ്ഗജമൊത്തു വിഴുങ്ങിനാൻ ഹരേ. മഹാബലൻ പെരുമ്പാമ്പൊരാനയെപ്പോലെ ശക്രനെ വൃത്രൻ ഗ്രസിച്ചതായി കണ്ടു. സുരരും സനകാദ്യരും മരീച്യാദികളും കഷ്ടം കഷ്ടമെന്നാർത്തു കേണുപോയി. വൃത്രൻ്റെ വയറിൽ പെട്ടും യോഗമായ ബലത്തിനാൽ വിഷ്ണുവിൻ കവചത്താലും മരിച്ചില്ല സുരേശ്വരൻ. വജ്രത്താൽ കുക്ഷിഭേദിച്ചു നിഷ്ക്രമിച്ചു ബലാലവൻ. ശത്രുശീർഷം മുറിച്ചാൻ വൻ ഗിരിശൃംഗം കണക്കിനെ. ജ്യോതിർഗണം 2 അയനങ്ങൾ ചുറ്റുമത്രയും ദിനം കൊണ്ടഥ വൃത്രകന്ധരം ചുറ്റിത്തിരിഞ്ഞാശുരയത്തൊടും മുറിച്ചെറിഞ്ഞു വജ്രം ഹഹ കാലമാകവേ ഹരേ. മുഴങ്ങി വാദ്യങ്ങൾ തഥാ നഭസ്സിൽ അസിദ്ധർഷി ഗന്ധർവഗണം സുമങ്ങളെ ചൊരിഞ്ഞു. വൃത്രൻ്റെ വധത്തിൽ മുത്തൊടും പുകഴ്ത്തിനാരിന്ദ്രനെ മന്ത്രഗീതിയാൽ. വൃത്രൻ്റെ ദേഹത്തിൽ നിന്നും ആത്മജ്യോതിസ്സരിന്തമ നിഷ്ക്രമിച്ചേവരും കാൺകേ ലോകാതീതത്വമാർന്നുദേ. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 12-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.